അങ്ങനെ വോട്ടെടുപ്പ് കഴിഞ്ഞു. ഫലപ്രഖ്യാപനത്തിന് ഇനി കുറച്ച് ദിവസവും കൂടിയുണ്ട്. കേരളത്തിൽ ഇത്തവണ ഭരണം നിലനിർത്തും എന്ന് LDF അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതിനുള്ള സാധ്യത വളരെ വിദൂരമാണ് എന്ന് നമുക്കറിയാം. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഒക്കെ കണ്ട ഒരു ഭരണവിരുദ്ധ വികാരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടി സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടും പ്രതിഫലിക്കാനാണ് സാധ്യത. അപ്പോൾ LDF തോൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം UDF ജയിക്കുക എന്നുള്ളതാണ്. ഭരണവിരുദ്ധത്തിൻ്റെ ഒരു ഭാഗം BJP കൊണ്ടുപോകും. എന്നാൽ പോലും UDFന് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടും എന്ന കാര്യത്തിൽ സംശയത്തിന് അവകാശമില്ല. പിന്നെ ഭരിക്കാൻ അവസരം കിട്ടിയാൽ അവരെങ്ങനെയായിരിക്കും ഭരിക്കുക, ഭരണമാറ്റം എങ്ങനെയായിരിക്കും ഭരണനാറ്റമായിട്ട് മാറുക എന്നുള്ള വേറെ ചോദ്യമാണ്. ഇനി ആരായിരിക്കും മുഖ്യമന്ത്രി എന്നത് മറ്റൊരു ചോദ്യമാണ്. ഒരു പക്ഷേ BD സതീശനായിരിക്കാം പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകുക എന്നുള്ളതാണല്ലോ സാധാരണ നാട്ടുനടപ്പ്. ഇനി അതല്ലെങ്കിൽ പാർട്ടിയിലെ സീനിയോറിറ്റിയും പാർലമെൻ്ററി സീനിയോറിറ്റിയും ഭരണപരിചയവും വെച്ച് രമേശ് ചെന്നിത്തലയായിരിക്കാം. അതുമല്ലെങ്കിൽ KC വേണുഗോപാൽ ഡൽഹിയിൽ നിന്ന് നേരിട്ട് ഹാജരാകാൻ സാധ്യതയുണ്ട്.